ഹലോ, എല്ലാവർക്കും നമ്മുടെ മറൈൻ ഫ്ലേവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പം ഏകദേശം ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പേരും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കാർപ്പിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഓസ്കാർ ഫിഷ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ 2 എണ്ണം ഉണ്ടായിരുന്നു, ഒരു ചത്തുപോയി. ഞാനതിലൊരു ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയ ഫിഷ് ഏത് മേടിക്കണം എന്ന് ആലോചിച്ചിട്ടാണ്. എനിക്കെപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത് കോഴിക്കാർപ്പ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ വീണ്ടും കോഴിക്കാർപ്പിനെ തന്നെ നമ്മുടെ ടാങ്കിലേക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. ടാങ്കിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫിൽറ്ററിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സും ഒക്കെ ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇന്നിപ്പോൾ ഞാൻ പോകുന്നത്, നമ്മൾ കുറച്ച് കോഴിക്കാർപ്പിനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ കൊറിയർ വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ കൊറിയർ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയായിരുന്നു നമ്മുടെ ഫിഷ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. മീനെ മേടിച്ച് കട്ടാക്കട്ടെ. മീന് കാണിച്ച. Oh my god. വളരെ സേഫായിട്ടാണ് അവർ നമുക്കിത് അയച്ചു തന്നിട്ടുള്ളത്. ഇതേ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കുഞ്ഞി വേങ്ങര ഫിഷ് ഫാമിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. മുന്നേയും നമ്മൾ കോഴിക്കാർപ്പിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വേങ്ങര ഫിഷ് ഫാമിൽ നിന്നാണ്. അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പറാണ് ഈ കാണുന്നത്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് അടിപൊളിയായിട്ട് അവർ നമുക്ക് സാധനം സേഫായിട്ട് നമുക്ക് അയച്ചു തരും. സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് ഇപ്പോൾ എനിക്കിത് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഫിഷിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. കുഞ്ഞിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. കുഞ്ഞി മാറുന്നില്ല, അവർക്ക് കാണാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാണ് കോഴിക്കാർപ്പ് അല്ലേ? എനിക്ക് ഇഷ്ടമാണോ? ജെയ്ഡനോ? ജെയ്ഡൻ ഇവിടെ വലിയ മറ്റേ നമ്മുടെ മോൺസ്റ്റർ ഫിഷസിനെയൊക്കെ വാങ്ങിക്കണമെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേണ്ട, അത് ഓൾറെഡി അത് അപകടമാണ്. പിള്ളേരാരെങ്കിലും ഒക്കെ ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ ഞാനഥവാ ഫുഡ് വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന് ഇവരെടുത്തിട്ട് ഫുഡൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോൺസ്റ്റർ ഫിഷ്, അതായത് അരാപ്പൈമ അല്ലെങ്കിൽ മറ്റേ എന്തൂടാ അലിഗേറ്റർ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ ഒഴിവാക്കിയത്. അതോ ഓക്കെ, അതുകൂടെ ഒന്ന് കാണിക്കട്ടെ. ഇത് ഫുഡാണ് കേട്ടോ, കോഴി ഫിഷിൻ്റെ ഫുഡാണ്. ഇതുകൂടെ ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. നമ്മുടെ മീനാണ്, നമ്മുടെ മീനാണിത്. അൺബോക്സ് ചെയ്യുക കേട്ടോ. ഞാൻ വീഡിയോസ് ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും എഡിറ്റ് കട്ടാക്കുന്നില്ല. അപ്പോൾ അതെ, അവരുടെ പോണ്ടിൽ തന്നെയുള്ള വെള്ളമാണ് കേട്ടോ. ഡബിൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ളത്. ഓസ്കാർ ഫിഷിനൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്തും ഭയങ്കര പേടിച്ചിട്ടായിരുന്നു ഫീഡ് ചെയ്തോണ്ടിരുന്നത്. അതുങ്ങൾ അത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ട് ഫീഡ് എടുക്കുന്ന ഒരു ഫിഷാണ് കേട്ടോ. നമ്മുടെ മീൻ നല്ല സൂപ്പറാ. നമ്മുടെ മീൻ നല്ല സൂപ്പറാ. ഓക്കെ, അൺബോക്സ് ചെയ്തു. ഇനി ഇത് നമുക്ക് ക്യാമറയിൽ ഇല്ല, ചാടത്തില്ല. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവരെ ഒന്ന് ടാങ്കിലേക്ക് ഇറക്കാം. മീനെ കൊണ്ടുപോകാൻ നമ്മൾ ഇടാൻ പോവാണ് ഫിഷ് ടാങ്കിൽ. ഇതാണ് ഞങ്ങളുടെ ഫിഷ് ടാങ്ക് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി 2 എണ്ണത്തിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഈ കലത്തിൻ്റെ അകത്ത് ഞാൻ ഫിൽറ്ററിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇവരെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ ഒന്നും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇത് 2 എണ്ണമാണ്. പിന്നെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവരെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്കൊന്ന് ഇറക്കി വെക്കാം. കോഴി ഫിഷിനെ നമ്മൾ വളർത്തുമ്പോൾ ഉറപ്പായിട്ടും നമുക്കിത് ഇങ്ങനെ ഒരു
ഒരു ഫൗണ്ടൻ അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ സിസ്റ്റം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എയറേഷൻ, ഞാനിതിൽ എയറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് അമോണിയൊക്കെ ഒരുപാട് റിലീസായി കഴിയുമ്പോൾ വെള്ളം മൊത്തവും കേടായിട്ട് ഫിഷ് ചത്തുവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. മുമ്പ് എനിക്ക് ഈ ടാങ്കിൽ ഒരു 10-15 മീനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ടാങ്കിന് അനുയോജ്യമായിട്ടുള്ള നമ്പർ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. മുമ്പൊരു 15 മീനുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഫിൽറ്റർ ഓഫ് ആയപ്പോൾ മീൻ മൊത്തത്തെ ചത്തുപോയി. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു 5-6 മീനുകളെ മാത്രമാണ് ഞാൻ ആ ടാങ്കിലേക്ക് അക്കോമഡേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മീനെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം. ഞാൻ ഇതിൽ നിന്നേ ഓരോരുത്തരെയായിട്ട് പിടിച്ച് പുറത്തേക്ക് കാണിക്കാം. ഓ ഇതാണ് ഒരെണ്ണം. ഓക്കേക്കോ, ഞാൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുഞ്ഞി നോക്കി നിന്നാൽ മതി. അടുത്തൊരു വെള്ളയാണ് കേട്ടോ, ബ്ലാക്കും കൂടെ ഉള്ളതാണ്. ഞാൻ തൊട്ട് നോക്കി. ഓക്കെ, മോക്ക് തൊടാൻ തരാം. വെയിറ്റ്. അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ദേ ഈ ഒരു റെഡും വൈറ്റും കേട്ടോ. അയാൾ പോയി. കുഞ്ഞിക്ക് അടുത്ത മീനിനെ ഒന്ന് കുഞ്ഞിക്ക് തൊടണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത മീനെ ഒന്ന് കുഞ്ഞിക്ക് തൊടാനായിട്ട് കൊടുക്കുവാണേ. ഓക്കെ, കുഞ്ഞി പതുക്കെ തൊട്ടോ. ഓക്കെ. ഇനി 2 പേരുണ്ട് കേട്ടോ. 2 പേരിനെ പിടിക്കാം. കൊള്ളാവോ? ഇനി ലാസ്റ്റ് ആണ്, വൈറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഉണ്ടായിരുന്നു വണ്ടി, അത് മരിച്ചു പോയി. അപ്പോൾ ഇനിയുണ്ടോ? ഇനിയുണ്ട്. ഇല്ല, കഴിഞ്ഞു. ഇത്രയും ആയിട്ടുണ്ട്. ദേ ഇപ്പോൾ നമ്മുടെ ഫിഷ് എല്ലാം അടിയിൽ നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് അവരുടെ സ്ട്രെസ്സൊക്കെ മാറിയിട്ടാണ് അവരൊന്ന് സ്റ്റെബിലൈസ് ആയിട്ട് വരണം. ഇപ്പോൾ മൊത്തം നമ്മുടെ ടാങ്കിൽ എത്ര മീനുണ്ടോയെന്ന് അറിയാവോ? ജസ്റ്റ് അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇടുക. അപ്പോൾ ഇതിൻ്റെ അണ്ടർ വാട്ടർ വിഷ്വൽസ് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. നമ്മൾ മീന് റിലീസ് ചെയ്യാൻ നേരം നമ്മുടെ ഫിൽറ്റർ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ ഫിൽട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടാങ്കിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ കുറേ അധികം വർക്കുണ്ട് കേട്ടോ. അതെല്ലാം ഇനിയിപ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല കമൻസ് ഒക്കെ ഇടുക. നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഫിഷ് റിലേറ്റഡും പ്ലാന്റ്സ് റിലേറ്റഡൊക്കെ വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.